നീ കൂടുതൽ സംസാരിക്കല്ലേ, നീ സംസാരിച്ചോണ്ടല്ലോ നിന്റെ അടപ്പതനോ കേട്ടല്ലോ, നിന്റെ മുട്ടുകാരെ ഞാൻ തല്ലി പിടിക്കും കേട്ടാ. നീ കൂടുതൽ പാർട്ടി സംസാരിക്കല്ലേ, പറയുന്നില്ല പാർട്ടിയൊന്നും അല്ല കേട്ടാ. മര്യാദയ്ക്ക് സംസാരിക്ക്, നിനക്ക് ഏതെങ്കിലുമൊക്കെ സംഘടന കാണുമായിരിക്കും. ഞാൻ മാന്യമായിട്ടാ ഇതിട്ട് കേട്ടോ. നീ കൂടുതൽ സംസാരിക്കല്ലേ, സംസാരിക്കുന്ന മുട്ടുകാരെയും തല്ലി പിടിക്കും, നീ ഇനി ഏതറ്റം വരെ പോയാലും. പറഞ്ഞോട്ടാ. പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്ത് 16-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ ബാലന്റെ മകനാണ് ഭീഷണി മുഴക്കുന്നത്. ഈ വാർഡിലെ CPM സ്ഥാനാർത്ഥിയായിരുന്നു ശോഭ ബാലൻ. തിരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത് UDF ആണ്. ശോഭ ബാലൻ ഈ വാർഡിൽ മൂന്നാമതായി പോയി. അതിന്റെ ഒരു ദേഷ്യത്തിലാണ് അദ്ദേഹം ഈ ഓഡിയോ ഇട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഇട്ടത് SNDP യൂണിയനുള്ളവർ ചതിച്ചു, അവർ വോട്ട് ചെയ്തില്ല. SNDP യൂണിയൻകാർ മാത്രം വോട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ഒന്നാമത് ആ വാർഡിലെത്താമായിരുന്നു, ശോഭാ ബാലന് ജയിക്കാമായിരുന്നു. അതുകൊണ്ട് SNDPയുമായി ഇനി ഒരു തരത്തിലുള്ള ബന്ധമില്ല. വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ പോലും കൊടി കെട്ടാൻ വരണ്ട, SNDPയുമായി ഇനി ഒരു ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SNDPയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭിജിത്ത് മറ്റേ CPM പാർട്ടിയുടെ ഗുണം തന്നെ കാണിച്ചു. പുള്ളി SNDPക്കാരായിരിക്കും, അവരുടെ ജാതിയായിരിക്കും. അവരൊക്കെ വോട്ട് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ടായിരുന്നു നിന്നത്. പക്ഷേ കാര്യങ്ങൾ തകർന്നു, മൂന്നാമതായിപ്പോയി. അപ്പോൾ കാര്യം പറഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം കാണും. എന്ന് വെച്ചാൽ ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിയുടെ രീതി തന്നെ. ഇനി പുള്ളി ആ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നെങ്കിലുള്ള അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഈ ഭീഷണിയിലൂടെ ചിലപ്പോൾ മനസ്സിലാകും. എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളുടെ ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികളിൽ നിന്നൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ, അത് ബന്ധുക്കളായിട്ടായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ, സ്ഥാനാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിൽ ചിലപ്പോൾ ആപത്തായിരിക്കും. കാരണം ആ മാതിരി ഭീഷണിയാണ് പുള്ളി വെച്ചത്. പിന്നെ ഈ SNDPക്കാർ ഇങ്ങനെ തിരിയണമെങ്കിൽ അവരത്ര നല്ലതായിരിക്കില്ല. ചിലപ്പോൾ ഈ വിളിച്ച ആളുടെ ഒരു നല്ല പ്രവൃത്തി കൊണ്ടായിരിക്കാം അവർ വോട്ട് മാറ്റി കുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയായിരുന്നാലും പോയതൊക്കെ പോയി. എന്ന് വെച്ചാൽ ഈ പഴയ ഗുണ്ടായിസമായിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്ര ശരിയല്ല.